ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും ഓണാശംസകൾ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ഓണ ദിവസം കണ്ടാലോ? ആദ്യം നമുക്കൊന്ന് കുളിച്ചിട്ട് വരാം. പിന്നെ കുളിച്ചിട്ട് നേരെ ഞങ്ങൾ നമ്മുടെ ഇന്നലെ പറഞ്ഞില്ലായിരുന്നോ, നമ്മുടെ കാവിൽ തൊഴുതിട്ട് നമ്മൾ കാവിൽ തൊഴുവാട്ടോ. നമ്മുടെ കാവിൽ നിന്ന് തൊഴുതിട്ട് നേരെ നമ്മളുടെ ഒന്ന് സുന്ദരിയാവാന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ട്? സുന്ദരിയാണോ? നമ്മൾ ചെറുതായിട്ടൊന്ന് സുന്ദരിക്കുട്ടിയായി. അടുത്തത് നമ്മുടെ അധോലോകത്തിലേക്ക് നമ്മൾ കയറുകയാണ്. ഇതാണ് എൻ്റെ സാമ്രാജ്യം. ഇത് സാമ്രാജ്യത്തിനകത്ത് എൻ്റെ മകൻ്റെ ഒരുപാട് സാധനങ്ങൾ കാണാം. നമുക്ക് ഓണസദ്യയിലേക്ക് കടക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഓണസദ്യ റെഡിയായിരിക്കുകയാണ്. ഇഞ്ചി, നാരങ്ങ, മാങ്ങയുണ്ട്, തോരൻ, അവിയൽ, പച്ചടി, പരിപ്പ്, സാമ്പാർ, പായസം, ചോറ്, ഇതൊക്കെ ഉള്ളതാണ് ഞങ്ങളുടെ കുട്ടി ഓണസദ്യ. അവിടെ എല്ലാവരും ഓണസദ്യ എന്തൊക്കെയായിരുന്നു? അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങളുടെ തുമ്പിക്കുട്ടി എന്നെ വിളിക്കാൻ വന്നു, കുഞ്ഞമ്മേ എന്നൊരു വിളി. അങ്ങനെ തുമ്പിയുമായിട്ട് ഞാൻ ചേട്ടൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഇതാ അച്ചാമ്മയും കൊച്ചുമക്കളൂടെ ഭയങ്കര വെടിവെപ്പും കായം പറിച്ചിലും. അച്ചാമ്മയും മക്കളും കൂടി ഇരുന്ന് വെടിവെച്ചല്ലോ. അതുകൊണ്ട് അച്ചാമ്മയാണ് എൻ്റെ മോൻ വെടിവെക്കുന്നത്. ഞങ്ങളുടെ തുമ്പിക്കുട്ടി എല്ലാവരും കൂടി ഇരിക്കുകയാണ്. ഞങ്ങളുടെ അച്ചാമ്മയാണ് വെടിവെച്ചോണ്ടാണ്ട് എൻ്റെ മോൻ ഠോ അവൻ്റെ വെടിവെപ്പ് കണ്ടോ? ഭയങ്കര സാധനമാണ്. ഇതാണ് ഞങ്ങളുടെ ചേട്ടൻ. ചേട്ടനാണ് ചേട്ടോ. ഇതാണ്, അല്ലാതെ ഹാപ്പി ഓണം പറയുമോട്ടോ, വോയിസ് കട്ടായതുകൊണ്ടാണ്. ആള് പുറത്തോട്ട് എവിടെയോ പോവാൻ തോന്നുന്നു. പുറത്തോട്ട് പോവുകയാണ് ആള്. ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ ഇരിക്കുകയാണ്. ഞങ്ങളുടെ ശബരിച്ചേട്ടൻ പടക്കം പൊട്ടിക്കാൻ പോവാണ്. ഞങ്ങളുടെ ശബരിച്ചേട്ടനാട്ടോ. ശബരിച്ചേട്ടൻ എന്താ പടക്കം പൊട്ടിക്കുകയാണ്. എല്ലാം കഴിഞ്ഞപ്പോൾ ഒരാൾ എൻ്റെ വെളിയെ കയറി ഇന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഹായ് പറയുക. എപ്പോൾ വീഡിയോ കണ്ടാലും അവനപ്പോൾ എൻ്റെ വെളിയെ കയറും. അവിടെ എല്ലാം കഴിഞ്ഞു. ഞങ്ങളുടെ കുഞ്ഞ് ഓണസദ്യയാണിത് കേട്ടോ. ഞങ്ങളുടെ കുട്ടി ഓണസദ്യ, ഒരുപാട് വലിയ സംഭവങ്ങളൊന്നും ഇല്ലാത്ത ഞങ്ങളുടെ കുഞ്ഞ് ഓണസദ്യ. അച്ചാമ്മയും കൊച്ചുമക്കളൂടെ ആദ്യം ഇരിക്കട്ടെ. എൻ്റെ ഇല അപ്പുറത്തുണ്ട് കേട്ടോ. വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് അവർ മൂന്നും കൂടി ഇരുന്നോട്ടെന്ന് കയറി. ഞങ്ങളുടെ കുഞ്ഞ് ഓണസദ്യ കേട്ടോ. ഇതിൽ ഞങ്ങളുടെ സന്തോഷവും എല്ലാം ഉണ്ട്. ഒരുമിച്ചിരുന്ന് കഴിക്കാൻ കിട്ടുന്നത് തന്നെ ഭാഗ്യമല്ലേ. അടുത്ത എല്ലാ വർഷവും ഇങ്ങനെ സന്തോഷത്തെ കഴിക്കാൻ പറ്റണമെന്ന് പ്രാർത്ഥിക്കും ഈശ്വരനോട്. ഓണസദ്യ എല്ലാം കഴിഞ്ഞ് നേരെ ഞാൻ എൻ്റെ വീട്ടിൽ വന്നു. ഇതാണ് ഞങ്ങളുടെ വീട്. എൻ്റെ വീട് ഇപ്പം കാണിക്കാം കേട്ടോ. ഇതാണ് എൻ്റെ വീട്. ഇതാണ് എൻ്റെ വീട് കേട്ടോ. ഇത് ഞങ്ങൾ താമരക്കുളംകാരുടെ. എൻ്റെ വീട് താമരക്കുളത്താട്ടോ. പിന്നെ എൻ്റെ സുന്ദരിയമ്മ, ഇതാണ് എൻ്റെ അമ്മ. ഇപ്പോൾ ഒരു ഇടി കിട്ടും, കാരണം ഉറങ്ങിക്കിടന്ന ആളെ വിളിച്ച് വീഡിയോ എടുക്കും. ഇതെൻ്റെ അച്ഛനാട്ടോ. ഉറങ്ങിക്കിടന്ന ആളെ വിളിച്ച് അമ്മ. ഇപ്പം എൻ്റെ നാത്തൂൻ താണ്ട് എൻ്റെ കുഞ്ഞിനെ ഒരാളെ ഒരുക്കുക, മുണ്ടൊക്കെ ഉടുത്ത് ഒരാളെ ഒരുക്കുക. ഞങ്ങൾ പിന്നെ അവിടെ നിന്നൊരു പരിപാടി സ്ഥലത്ത് വന്നു. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് പരിപാടി ഉണ്ടായിരുന്നു. അവിടെ വന്ന് ഒത്തിരി പരിപാടികളുണ്ടായിരുന്നു. അതിനകത്ത് എൻ്റെ മോനും എൻ്റെ മോളും എൻ്റെ ചാരുമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ പാവയ്ക്കാ തീറ്റി മത്സരം അതിനകത്ത് കേട്ടോ. പാവയ്ക്കാതെ, പക്ഷേ എൻ്റെ മോൾക്ക് ഫസ്റ്റ് ഉണ്ട് കേട്ടോ. ആ പാവയ്ക്കാ തീറ്റി വീട്ടിലാണെങ്കിൽ ഇതൊക്കെ കൊടുത്താൽ തിന്നാത്ത ആൾ കണ്ട് ഇപ്പോൾ പാവയ്ക്കാ തിന്നുകൊണ്ട് ഫസ്റ്റ് മേടിക്കുന്നുണ്ട് ഇതിനകത്ത് കേട്ടോ. ഫസ്റ്റ് മേടിക്കുന്നുണ്ട്. പാവയ്ക്കാ തീറ്റി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും തിന്ന് അവിടെ തിന്നേൻ്റെ ഫ്ലോയിൽ എണീറ്റിങ്ങ് പോകുന്നേത്. പാവയ്ക്കാ തീറ്റി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുവായാലും നല്ലൊരു ഓണമായിരുന്നു ഈ വർഷത്തെ. കാരണം കഴിഞ്ഞ വർഷമൊന്നും പരിപാടിക്ക് വരാൻ പറ്റിയില്ല. ഈ വർഷമുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങളുടെയൊക്കെ വടംവലി ലാസ്റ്റ് കിടന്ന് വലിക്കുന്ന ഞാനാട്ടോ. വടംവലി എന്തായാലും ഞങ്ങൾ വിട്ടുകൊടുത്തില്ല. 2 പ്രാവശ്യവും ഞങ്ങൾ തന്നെ ജയിച്ച്. ഇപ്പുറത്തെ സൈഡിൽ നിന്നുള്ള വടംവലിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പരിപാടിയൊക്കെ സന്തോഷമായിട്ട് കഴിഞ്ഞ് ഇതിന് രാത്രി സന്ധ്യയായപ്പോൾ ഞങ്ങളുടെ അവിടെ തിരുവാതിര ഉണ്ടായിരുന്നു. നല്ലതായിരുന്നു. ഒത്തിരി ടൈപ്പ് ഉണ്ടായിരുന്നു. എല്ലാം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ദേവൻ്റെ കയ്യിലായിരുന്നു, എൻ്റെ കുഞ്ഞിൻ്റെ കയ്യിലായിരുന്നു ഫോൺ. ഒത്തിരി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നല്ല പരിപാടിയായിരുന്നു.
സന്ധ്യയെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ലൊരു വിസ്മയം പോലായിരുന്നു. ഒരുപാട് സമയം ഉണ്ടായിരുന്നു, എല്ലാം വീഡിയോ ലോങ്ങായിട്ട് എടുക്കാൻ പറ്റിയില്ല. ഒരുപാട് അത്ഭുതത്തോടുള്ള ഒത്തിരി സംഭവം ഉണ്ടായിരുന്നു, കാണാനും നമുക്ക് കണ്ട് ആനന്ദിക്കാനും എല്ലാം ഒരുപാട് കാര്യങ്ങളുള്ളൊരു നല്ലൊരു ഡാൻസ്. അതായത് ഒത്തിരി കുഞ്ഞു മക്കളുണ്ടായിരുന്നു, അവരുടെ ഡാൻസ് കാണാനായിരുന്നു ഒരുപാട് ഭംഗിയായിരുന്നു കേട്ടോ. നല്ലതായിരുന്നു. ഞാൻ ഒരുപാട് നാളായി തിരുവാതിര നേരിട്ട് ഇങ്ങനെ കണ്ടിട്ടിപ്പോൾ ഒത്തിരി നാളിന് ശേഷം ഇന്നാണ് ഞാനിപ്പോൾ തിരുവാതിര കാണുന്നത്. അപ്പം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ മോളുടെ ഡാൻസ് ഉണ്ടായിരുന്നു, പക്ഷേ എടുക്കാൻ പറ്റിയില്ല. എൻ്റെ കുഞ്ഞ് കരഞ്ഞ കാരണം എടുക്കാൻ പറ്റി. അത് മാത്രമല്ല പാട്ടിടാൻ ഫോൺ മേടിച്ചുകൊണ്ട് പോയാലും എൻ്റെ മോളെ ഡാൻസ് എടുക്കാൻ പറ്റിയില്ല. കുഞ്ഞാറ്റമ്മോടെ ഡാൻസ് ഉണ്ടായിരുന്നു. അതിനിടയിൽ കൂടെ ഓരോരുത്തർ ഫോട്ടോ എടുക്കുക, അതിൻ്റെ തിരക്കില്ല. ഞങ്ങൾ ഭയങ്കര ഫോട്ടോ എടുക്കുകയാണ്, ഞങ്ങളെല്ലാവരെയും ഫോട്ടോ എടുക്കുന്ന തിരക്കില്ല. അമ്മാമ്മയും കൊച്ചുമോനൂടെ പൊരിഞ്ഞടി ഫോണിനകത്ത്. ഞങ്ങൾ ഫോട്ടോ എടുക്കട്ടെ, ഞങ്ങളെ ആരും ഡിസ്റ്റർബ് ചെയ്യരുത്, ഞങ്ങൾ ഫോട്ടോ എടുക്കുകയാണ്. വൈകിട്ട് പിന്നെ ഡാൻസിനും പാവയ്ക്കാത്തീറ്റിക്കും ഒക്കെ കിട്ടിയ ട്രോഫിയും മെഡലും ഒക്കെ ഇട്ട് ഒരാൾ വലിയ ഷോ ആയിരുന്നു വന്നത് കേട്ടോ, വലിയ ഷോ. പിന്നെ അവിടെ ഇരുന്ന് 2 പടക്കമൊക്കെ അവിടെ ഇരുന്ന് അമ്മമ്മ വീട്ടിൽ ഇരുന്നതെടുത്ത് പൊട്ടിച്ചു 2 കണ്ടുള്ളൂ, ബാക്കി എടുത്ത് വെച്ചേക്കുന്നു. ഇപ്പോൾ ഒത്തിരി ഇതായിട്ടായതുകൊണ്ട് പിന്നെ ആരും പൊട്ടിച്ചില്ല. 2 പടക്കം എടുത്ത് പൊട്ടിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ കൂട്ടുകാരെ, നമ്മുടെ തിരുവോണം അങ്ങനെ നല്ലതായിട്ട് കഴിഞ്ഞു. എൻ്റെ കൂടെ ഇരുന്ന് ചോറ് വാരി തിന്നുക, എന്നെയും തീറ്റിക്കത്തില്ല അവനും തിന്നത്തില്ല. അപ്പം എല്ലാവർക്കും ടാറ്റ, ഗുഡ് നൈറ്റ്.